3 തവണ ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിയാൽ 1 തവണ ഖത്മ് തീർത്തതുപോലെയായി. അത്രയും പ്രാധാന്യമുള്ള ഖുർആന്റെ 1/3 വിശേഷിപ്പിക്കപ്പെട്ട സൂറത്താണത്. അല്ലാഹുവേ, നീ വർദ്ധിപ്പിക്കാൻ തൗഫീക്ക് തരണേ പടച്ചോന്, തൗഫീക്ക് തരണേ റബ്ബേ. ആ സൂറത്തിനോട് ശരിക്കൊരു മഹബത്ത് ഉണ്ടാവുകയും അത് ആവുന്നത് പോലെ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ മതി. ആ സൂറത്ത് നമ്മളെ നിയന്ത്രിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആ സൂറത്തിനെ അതിരറ്റ് സ്നേഹിച്ചൊരു സഹാബിയോട് റസൂലുള്ള വർണ്ണങ്ങൾ കേട്ടില്ലേ? എന്താ മുത്തുനബി പറഞ്ഞത്? എനിക്കതിനോട് ഭയങ്കര ഇഷ്ടമാണ് നബിയേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറയാ, ഓഹോ എങ്കിൽ ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലക്കൽ ജന്ന. ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം നിന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ. പ്രവേശിപ്പിക്കും എന്നല്ല, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലക്കൽ ജന്ന. ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഉലമാക്കൾ പറയുന്നുണ്ട്, എന്താ ആ സൂറത്തിനോടുള്ള ഇഷ്ടം സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞത്? ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സൂറത്ത്, ധാരാളം അത് ഓതും. അതുകൊണ്ട് തന്നെ ആ സൂറത്ത് അയാളെ നിയന്ത്രിച്ച് ഒരു തിന്മയിലേക്കും പോവാതെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നാണ്, അത് ഉറപ്പായി പറയുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബിയാരാ? മസ്ജിദുൽ ഖുബായിൽ റസൂലുള്ള ഇമാമായി നിർണയിച്ചു കൊടുത്ത സഹാബിയാൻ. മസ്ജിദുൽ ഖുബായിൽ പോയവരില്ലേ? ഇല്ലേ? ഉണ്ടല്ലോ അല്ലേ? മസ്ജിദുൽ ഖുബായിൽ മിഹ്റാബിൻ്റെ ഏറ്റവും മുകളിൽ എഴുതി വെച്ചതെന്താ? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇല്ലേ? മസ്ജിദുൽ ഖുബായിൽ പോയാൽ കാണാം, ആ മസ്ജിദുൽ ഖുബായിൽ മദീനയിലെ ആദ്യത്തെ പള്ളിയാണത്. ആ മിഹ്റാബിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്താണ്. പിന്നൊരായത്താണ് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ. തഖ്വയുടെ മേൽ അസ്ഥിവാരമിടപ്പെട്ട പള്ളി എന്ന ആ ആയത്തും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഈ ആയത്തിറങ്ങിയത് ഈ പള്ളിയുടെ വിഷയത്തിലാണ്. മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയുടെ മേൽ അസ്ഥിവാരമിടപ്പെട്ട പള്ളി എന്ന പള്ളി, അത് ഈ പള്ളിയെക്കുറിച്ച് പറഞ്ഞതാണ്. പിന്നൊരു ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്, മൻ തതഖറ മിൻ ബൈതിഹി. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് ഒളോക്കെടുത്ത് ശുദ്ധിയായി പിന്നെ ഈ പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ ഫകഅന്നമാ അമ്മറബി, എൻ്റെ കൂടെ ഒരു ഉംറ ചെയ്തതുപോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മിഹ്റാബിൻ്റെ ഏറ്റവും മുകളിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്താണ്. അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? ഈ മസ്ജിദിൽ ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ മക്കയിൽ നിന്ന് ഹിജ്റ കഴിഞ്ഞ് വരുമ്പോൾ ആദ്യമായി ഒട്ടകം മുട്ടുകുത്തിയതും അവിടെ റസൂലുള്ളാഹി തങ്ങളൊരു പള്ളി ഉണ്ടാക്കിയതും ആദ്യത്തെ മദീനയിലെ പള്ളി മസ്ജിദുൽ ഖുബാ ആണ്. ആ പള്ളി റസൂലുള്ള പിന്നെ മസ്ജിദുൻ നബവിയിലേക്ക് പോയി. അപ്പോൾ ഈ പള്ളിയിൽ ഒരു ഇമാമിനെ നിർണയിച്ചു കൊടുത്തു. കേൾക്കണേ, ആ ഇമാമ് വകാന ഔറഉഹും വഅത്ഖാഹും വഅലഹും ബിൽ കിതാബി വസുന്ന. വലിയ ആലിമാണ്, വലിയ പണ്ഡിതനാണ്, വലിയ സൂക്ഷ്മതയുള്ള ആളാണ്. എന്നാലോ റസൂലുള്ള നിർണയിച്ചു കൊടുത്ത ആളും കൂടിയാണ്. അപ്പം അതുകൊണ്ട് സഹാബികൾക്കൊക്കെ അദ്ദേഹത്തോട് വലിയ ആദരവാണ്, ബഹുമാനാണ്. പക്ഷേ ആ സഹാബിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? നിസ്കാരത്തിൽ വജ്ജഹത്ത് ഓതി ഫാത്തിഹ ഓതി സാധാരണ പോലെ ഒരു സൂറത്ത് ഓതിയിട്ട് പിന്നെ റുക്കൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഖുൽ ഹുവല്ലാഹു അഹദും കൂടെ ഓതും. എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദും കൂടെ എക്സ്ട്രാ ഓതാതെ റുക്കൂയിലേക്ക് പോവില്ല. മനസ്സിലായില്ലേ? നമ്മളൊക്കെ സാധാരണ ഫാത്തിഹ ഓതും, പിന്നെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയിട്ട് എന്ത് ചെയ്യും? റുക്കൂയിലേക്ക് പോകും. ഈ മനുഷ്യൻ ഫാത്തിഹ ഓതും, ഏതെങ്കിലും ഒരു സൂറത്ത് ഓതും, പിന്നെന്തോതും? ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. അപ്പോൾ അവിടെ പള്ളിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, എന്താപ്പത് റസൂലുള്ളാഹിൻ്റെ കൂടെ ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഖുൽ ഹുവല്ലാഹു അഹദ് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് ഒഴിവാക്കിയിട്ട് നിസ്കരിക്കാൻ എന്നെക്കൊണ്ട് പറ്റൂല. അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും ഇമാമാക്കിക്കോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല.
പക്ഷെ അവരൊന്നും മിണ്ടില്ല. കാരണം ഈ ഇമാമിനെ നിർണയിച്ചു കൊടുത്തതാരാ? ആനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇമാമിനെ നിർണയിച്ചു കൊടുത്തത്. എല്ലാ ശനിയാഴ്ചയും മുത്ത് റസൂലി പള്ളിയിലേക്ക് വന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്ന പതിവുണ്ട്. അങ്ങനെ സഹാബിമാർ റസൂലുള്ള വരാൻ കാത്തിരുന്നു. ഹബീബായ നബി തങ്ങൾ പിറ്റത്തെ ശനിയാഴ്ച പള്ളിയിലെത്തി 2 റക്അത്ത് നിസ്കരിച്ചു. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോൾ സഹാബികൾ നബിയോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ ഞങ്ങൾക്ക് നിർണയിച്ചു തന്ന ഇമാം അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും റാഹത്തുള്ള ഇമാമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളൊരു സൂറത്ത് എല്ലാ റക്അത്തിലും ഇങ്ങനെ എക്സ്ട്രാ ഓതുന്നുണ്ട്. അത് ഒഴിവാക്കാൻ ഞങ്ങൾ പറഞ്ഞപ്പോൾ മൂപ്പരയിന് തയ്യാറല്ല. നിങ്ങളൊന്ന് വിളിച്ചു പറയണം നബിയെ എന്ന് പറഞ്ഞു. ഹബീബായ നബി തങ്ങൾ ആ സഹാബിയെ വിളിച്ചു. ആ സഹാബിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചൊരു പരാതി കിട്ടി. എല്ലാ റക്അത്തിലും സാധാരണ പോലെ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോതിയതിന് ശേഷം ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് നിങ്ങൾ ഓതുന്നുവെന്നതാണ് പരാതി. എന്താണ് നിങ്ങളങ്ങനെ ഓതുന്നത്? അതെന്തേ നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ? ഉടനെ ഫബക്കാ ബുകാഅൻ ശദീദാ, കൊച്ചുകുട്ടിയെപ്പോലെ അയാളിങ്ങനെ തേങ്ങി കരയുകയാണ്. എന്നിട്ട് മുത്തുനബിയോട് പറയുന്നുണ്ട്, നബിയെ, നിങ്ങൾ എന്നോട് ആ സൂറത്ത് ഒഴിവാക്കാൻ പറയുകയാണോ? ഖുൽ ഹുവല്ലാഹു അഹദില്ലാത്ത നിസ്കാരം നിർവഹിക്കാനാണോ നിങ്ങൾ എന്നോട് പറയുന്നത്? നബിയെ, അതെനിക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമുണ്ട്. ലിഅന്നീ ഉഹിബ്ബുഹാ യാ റസൂലല്ലാഹ്. എന്തേ കാര്യമെന്നറിയോ? ആ സൂറത്തിനോട് എനിക്കത്രയും വലിയ ഇഷ്ടാ നബിയെ. ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ, കാരണം അത് യജമാനനായ റബ്ബിൻ്റെ സിഫത്തുകളാണതിൽ. ദുനിയാവിൻ്റെ ഒരു കാര്യവും ആ സൂറത്തിലില്ല, ആഖിറത്തിൻ്റെ ഒരു കാര്യവും ആ സൂറത്തിലില്ല. ഭൂലോകത്തുള്ള സൃഷ്ടികളെക്കുറിച്ചൊന്നുമേ ആ സൂറത്തിൽ പരാമർശമില്ല. അതിലുള്ളത് മുഴുവനും അഖിലാണ്ട കടാകത്തിൻ്റെ അധിപനായ റബ്ബിനെ കുറിച്ചാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതുകൊണ്ടാ സൂറത്തിനോട് എനിക്ക് അടങ്ങാത്ത ഇഷ്ടാ നബിയെ. അതൊഴിവാക്കാൻ നിങ്ങൾ എന്നോട് പറയുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അത്രയും സഹാബികൾക്കിടയിൽ വെച്ച് മുത്തുനബി അദ്ദേഹത്തോട് പറഞ്ഞതാണ്, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടമുണ്ടല്ലോ, നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നുവെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ